എവിടെ രാംദാസ്? ഓഫീസിലുണ്ട് സർ. പ്രിൻസിപ്പലിന്റെ സ്റ്റാഫിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. വരാൻ പറയും. പ്രിൻസിപ്പളിനെ എനിക്കൊന്ന് കാണണം. യെസ് സർ. എന്താണ് നിങ്ങളുടെ ഫോറൻസിക് ഫൈൻഡിങ്സ്? സാർ, പരിശോധനയിൽ എനിക്ക് തോന്നുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അല്ലാതെ അസ്വാഭാവികമായി ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഗിവ് ദാറ്റ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. സാർ, സാർ എല്ലാം കത്തി നശിച്ചുവെങ്കിലും അത്ഭുതകരമായ ഒരു ലാപ്ടോപ്പ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ കേടുപാടുകൾ കൂടാതെ തന്നെ. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നൗ. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം സാർ. ചിലപ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഷുവർ സാർ. ഫാദർ, ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതൊരു നാച്ചുറൽ ആക്സിഡന്റ് ബിക്കോസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ബട്ട് ഐ വാണ്ട് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. ഇവിടുത്തെ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ എനിക്കൊന്ന് കാണണം, വിശദമായി തന്നെ. യെസ്, ഐ വിൽ മേക്ക് ഓൾ ദ അറേഞ്ച്മെന്റ്സ്. ഗുഡ്. സത്യമാണ് സാർ, അത് പാർവതിയായിരുന്നു, ഞാൻ കണ്ടതാ. അനാവശ്യം പറയുന്നു. 10-20 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന പാർവതി രാത്രിയിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. എന്നാ പിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ പ്രിൻസിപ്പലിനോട് വിവരം പറയായിരുന്നില്ലേ? പറഞ്ഞാ ഞാൻ വെള്ളം അടിച്ചിട്ട് പറയാണെന്ന് കുറ്റം പറയും. അതുകൊണ്ടാ പറയാതിരുന്നത്. Sir, I don't believe this. These two chaps are always drunk. നടത്തോ താൻ്റെ ഒരു ഇംഗ്ലീഷ്. ജനിച്ചു വീണപ്പോഴേ സാർ ഇംഗ്ലീഷിലാണോ കരഞ്ഞത്? ഇവിടെ മലയാളം മതി. ഉള്ള സത്യം മുഴുവൻ തുറന്നു പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവേ. FP ഫാറെ, ഇവൻ പറയുന്ന നേരാ. ഇന്നലെ പാർവതി ഞാനും അവിടെ വെച്ച് കണ്ടതാ. ഈ ജെന്നിഫർ ആളെങ്ങനെയാ? ഐ മീൻ മോറൽ സൈഡ്. ഞങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. നല്ല മുട പിടിച്ചവളാ. കുട്ടികൾക്കൊക്കെ വലിയ പേടിയാ. അവർക്ക് ബന്ധുക്കളാരുമില്ലേ? ബന്ധുക്കൾ ശത്രു. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പേ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. അതെന്താ കാരണം? അതറിയില്ല സാർ. ആട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാർ, അത് അനന്തവും കൂട്ടരും ആകാനാ സാധ്യത. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഗൗരിയോടൊപ്പം ആ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് ജൂണ മേരിയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും സാർ. വട്ടപ്പറമ്പലിനെ എല്ലാരും വിളിക്കുന്ന ഒരു വട്ടപ്പേരുണ്ടല്ലോ, അതെന്താ? അത് ഫുഗർ കെയിൻ. അത് തന്നെ, ഷുഗർ കെയിൻ. പഞ്ചാര അച്ഛൻ എന്നർത്ഥം. അച്ഛൻ ഈ പെണ്ണുങ്ങളോടൊക്കെ ഒരു ഇത് ഏത്? അയ്യോ, അത് വെറുതെ പറയുന്നതാ. ഈ തിരുവസ്ത്രങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. പക്ഷേ അതിലുള്ള എല്ലാരെയും എനിക്ക് അത്ര വിശ്വാസം പോരാ. നെട്ടൂരാമാരും മാധവന്മാരും ഒക്കെ വിലസുന്ന കാലമല്ലേ? എല്ലാവരുടെയും മൊഴിയെടുത്ത ശേഷം പറഞ്ഞു വിട്ടെ സാർ. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഇനിയും വരേണ്ടി വരും. താങ്ക്സ്. എന്താ? നന്ദിയുണ്ട്. അതെ, ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് സ്കൂളിൽ വരുന്ന പാർവതിയോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ, അവളെ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ, ഈ റൂമിലാ. ഓ ഹായ് കൊച്ചച്ചൻ. പാറു. ആ ജൂണ, ഫാദർ. ഇദ്ദേഹത്തിന് ജൂണയോട് എന്തൊക്കെ ചോദിച്ചറിയാനുണ്ട്. കമോൺ, ക്യാരി ഓൺ. ചെല്ല്. ബാക്കി എല്ലാവരും പുറത്തേക്ക് വന്നോളൂ. ഗേൾസ് സോൺ. We can make our world a brighter, happier place. Beautiful. ഇതെല്ലാം ജൂണയുടെ കലാവിരുതാണോ? അയ്യോ അല്ല സർ, ഗൗരിയുടെയാ. അവളുടെ ഓർമ്മയ്ക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നതാ. ഓ, എവർലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. സ്നേഹാശംസകൾ അലോഷി. ആരായി അലോഷി? ഇവിടുത്തെ ആർട്സ് വിങ്ങിന്റെ ഹെഡാ. ഈ ഡാൻസിന്റെയും പാട്ടിന്റെ ഒക്കെ. ജൂണയ്ക്ക് അലോഷി സാർ തന്നാണോ ഇത്? അല്ല, പാർവതിക്ക് കൊടുത്തതാ. കുട്ടി ഇരുന്നോളൂ. അയ്യോ വേണ്ട സർ. എന്തിനാ പേടിക്കുന്നത്?
എനിക്ക് ജെന്നിഫറിന്റെ മരണത്തെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. ഒപ്പം പാർവതിയെക്കുറിച്ചും. പാർവതി എന്റെ ചേട്ടന്റെ മകളാ, അറിയാലോ? അറിയാം സർ. അവളെ ചുറ്റിപ്പറ്റി ചില റൂമറുകൾ കേൾക്കുന്നു. അതേക്കുറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും അറിയാവോ? ഈ അടുത്ത കാലത്തായി പാർവതിയുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. മരിച്ചുപോയ ഗൗരിയെ ഓർമ്മിപ്പിക്കും പോലെ. ഗൗരിയെ പോലെ ചിലപ്പോ മുടി പുറകിലോട്ടാക്കുക, അവളെ പോലെ വസ്ത്രം ധരിക്കുക. ആദ്യമൊക്കെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഒരിക്കൽ സുഖമില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോയ അവൾ ഹോസ്റ്റലിലേക്കല്ലേ പോയത്, പിന്നെ അനന്തുവിന്റെ അടുത്തേക്കായിരുന്നു. അനന്തുവിന്റെ അടുത്തേക്കോ? അവര് തമ്മിൽ എങ്ങനെ പരിചയം? ഞാനും ചോദിച്ചതാ, വ്യക്തമായി മറുപടി അവൾ തന്നില്ല. ഈ ജെന്നിഫറിന്റെ മരണത്തെക്കുറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റ്. ഇത് കണ്ടോ സർ? പാർവതിയുടെ കെമിസ്ട്രി നോട്ടാ. ജെന്നിഫർ, ഡർട്ടി ഡെവിൾ. ഏയ്, എന്തിനാ കരയുന്നത്? എനിക്ക് പേടിയാവണം സർ. എന്തിന്? പാർവതി ഞാനും ഒരുമിച്ചാണ് ഈ റൂമില്. അതിനെന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ വെറും തോന്നലുകളാ. അവൾക്കൊരു കുഴപ്പമില്ല. റിലാക്സ്. ഇത് ഞാൻ കൊണ്ടുപോവാ. ഇതും. പിന്നെ നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളൊന്നും പാർവതി അറിയണ്ട. ഓക്കെ? ചിറ.